ത്തിൽ ഒരു സൃഷ്ടിക്കും ഒരു കൂറും ഇല്ല. അല്ലാഹുവിന് മാത്രമുള്ള സവിശേഷതകൾ, ആ സവിശേഷതകൾ മറ്റൊരാളും കൂറില്ല. അതിൽപ്പെട്ട ഒന്നാണ് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളിലേക്ക് ആവശ്യം ഇല്ലാത്തവനാണ്. അവരിലേക്ക് എല്ലാവരും ആവശ്യം ഉള്ളവരാണ്. അല്ലാഹു എന്തുകൊണ്ടും ഏകനാണ്. അല്ലാഹുവിന് തുല്യനായി ഒരു വിഷയത്തിലും ഒരാളും ഇല്ല. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു മറ്റുള്ളവരെ പോലെയല്ല. അല്ലാഹു ഖദീമായ അറിവുള്ളവനാണ്. അല്ലാഹുവിന്റെ അറിവിന് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. നേരെ മറിച്ച് പിന്നീട് വരുന്ന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദ് എഴുതി വെച്ച കാര്യങ്ങളുമൊക്കെ അമ്പിയാക്കൾക്ക് അറിയാൻ സാധിക്കാറുണ്ട്, ഔലിയാക്കൾക്ക് അറിയാൻ സാധിക്കാറുണ്ട്. ആ അറിവുകളൊന്നും അള്ളാഹുവിന്റെ അറിവ് പോലെയല്ല. അള്ളാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്. അമ്പിയാക്കൾ അറിവ് ഹാദിസായ അറിവാണ്, പിന്നീടുണ്ടായ അറിവാണ്, നേരത്തെയുള്ള അറിവല്ല. അല്ലാഹു തആല മനസ്സിലുള്ളത് അറിയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനസ്സിലുള്ളത് അറിയുന്നു. എന്ന് പറഞ്ഞാൽ നബിയെ അല്ലാഹുവിനെ പോലെ ആക്കലായി പോവുകയില്ലേ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളുണ്ട്. ആ ധാരണ തെറ്റാണ്. അല്ലാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്, മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അറിവല്ല. നേരത്തെ ഒരു അറിവില്ലായ്മ എന്നത് അല്ലാഹുവിന് മുൻകടന്നിട്ടില്ല. അല്ലാഹു തആല ഉള്ളതിന് തുടക്കമില്ലാത്തതുപോലെ അവന്റെ അറിവിനും തുടക്കം ഇല്ല. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ മനസ്സിലുള്ള കാര്യം അറിയുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് തന്നെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ള ഖദീമല്ല, ഹാരിസാണ്. മുഹമ്മദ് നബി അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ അറിവും അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായ അറിവാണ്, അല്ലാഹ് കൊടുത്തിട്ട് കിട്ടിയ അറിവാണ്. അല്ലാഹുവിന്റെ അറിവ് പോലെയല്ല. മലക്കുകളുടെ അറിവും അല്ലാഹുവിന്റെ അറിവും തുല്യമല്ല. മലക്കുകളുടെ അറിവ് അവർക്ക് അല്ലാഹ് കൊടുത്തിട്ടുള്ള അറിവാണ്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ അറിവ് മറ്റൊരാൾ കൊടുത്തിട്ട് കിട്ടിയതല്ല, തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു കുപ്പിയിലുള്ള വസ്തു കാണുന്നത് പോലെ ഞാൻ കാണുമെന്ന് പറഞ്ഞത് മുഹീദ്ദീൻ മാലയിലുണ്ട്. സഹോദരന്മാരെ, അപ്പൊ അള്ളാഹിനെ പോലെയായി പോവുകയില്ലേ എന്ന തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ മനസ്സിലുള്ളതും മനസ്സിലുണ്ടാകുന്നതുമൊക്കെ ആ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, മുഹീദ്ദീൻ ശൈഖ് ജനിക്കുന്നതിന് മുമ്പ്, ആദം നബി തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ്, മലക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹുവിനറിയാം ഇന്നാളുകളൊക്കെ ജനിക്കും, ഇന്നാളുകൾ മനസ്സിൽ ഇന്നതൊക്കെ ഉണ്ടാകും. അതെല്ലാം അല്ലാഹുവിന് തുടക്കമില്ലാത്ത നിലക്ക് അറിയാം. മുഹീദ്ദീൻ ശൈഖിന്റെ അറിവ് അങ്ങനെയല്ല. മുഹീദ്ദീൻ ശൈഖ് ജനിച്ചുണ്ടായതിനു ശേഷം അല്ലാഹു തആല കൊടുക്കുന്ന അറിവാണ്. അല്ലാഹ് പടച്ചതിന് ശേഷം അല്ലാഹ് കൊടുക്കുന്ന അറിവാണ്. അപ്പൊ അമ്പിയാക്കളുടെ അറിവ്, ഔലിയാക്കളുടെ അറിവ്, മലക്കുകളുടെ അറിവ് അത് നമ്മുടെ അറിവ് പോലെ അല്ലെങ്കിലും അവരെ അറിവും പുതുതായി ഉണ്ടാകുന്ന അറിവാണ്. അത് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവല്ല. അല്ലാഹുവിന്റെ അറിവ് അല്ലാഹ് തുടക്കമില്ലാത്തവനായതുപോലെ അവന്റെ അറിവും തുടക്കമില്ലാത്ത അറിവാണ്. അല്ലാഹുവിന്റെ ശക്തി തുടക്കമില്ലാത്ത ശക്തിയാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മറ്റും ശക്തി അല്ലാഹു തആല അവരെ പടച്ചിട്ട് അല്ലാഹ് കൊടുത്തിട്ടുള്ള ശക്തിയാണ്, അല്ലാഹ് കൊടുക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ച പോലെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് വിശ്വസിക്കലോ, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടെന്ന് വിശ്വസിക്കലോ, അവർക്ക് മനസ്സിലുള്ളത് അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതോ, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതോ അല്ല. ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിന് വല്ല വിഷയത്തിലും വല്ല വ്യക്തിയും വല്ല സൃഷ്ടിയും തുല്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കെന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് ആരാധനക്കർഹനാവുക എന്നത്. ആരാധനക്കർഹത എന്നത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹയല്ലാത്ത വേറെ ഒരാൾക്കും ആരാധനക്കർഹതയില്ല. അല്ലാഹയല്ലാത്ത ഒരാൾക്ക് ആരാധനക്കർഹതയുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്.
അതൊരു ശിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ആരാധനക്ക് അർഹനാവുക എന്നത്. അത് മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇതുപോലെ തുടക്കമില്ലാതെ ഉള്ളവനാവുക, ഖദീമാവുക, തുടക്കമില്ലാതെ ഉള്ളവനാവുക. ഞാൻ ഉണ്ടായതിന് തുടക്കമുണ്ട്, ഭൂമി ഉണ്ടായതിന് തുടക്കമുണ്ട്, ആകാശമുണ്ടായതിന് തുടക്കമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായതിന് തുടക്കമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണ്ടായതിന് തുടക്കമുണ്ട്. ഏത് സൃഷ്ടികൾ നോക്കിയാലും അതൊക്കെ ഉണ്ടായതിന് തുടക്കമുണ്ട്. അല്ലാഹു തആല ഉള്ളവനാണ്, അതിന് തുടക്കം ഇല്ല. തുടക്കമില്ലാതെ ഉള്ളവനാണ് അല്ലാഹു തആല. ഇനി തുടക്കമില്ലാതെ ഉള്ള മറ്റൊരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, അല്ലാഹുവിൽ ശിർക്കാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ അറിവ് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായി തുടക്കമില്ലാതെയുള്ള അറിവാണ്. അതുപോലെ തുടക്കമില്ലാത്ത നിലക്ക് ഒരു പദീബായ അറിവ് റസൂലുള്ളാഹിക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, മലക്കിനുണ്ടെന്ന് വിശ്വസിച്ചാലും, നബിക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, വലിയുണ്ടെന്ന് വിശ്വസിച്ചാലും, സാധാരണക്കാർക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, അസാധാരണക്കാർക്കുണ്ടെന്ന് വിശ്വസിച്ചാലും അത് ശിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട സവിശേഷത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തുല്യത അള്ളാഹുവിന് മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. ഇതല്ലേ നമ്മൾ പറയുന്നില്ല, ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അല്ലാഹയല്ലാതെ ഒരാളും ആരാധനക്കർഹൻ ഇല്ല. വഹ്ദഹു, അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. ലാ ശരീക ലഹു, ഒരു വിഷയത്തിലും അല്ലാഹുവിന് തുല്യനില്ല, അല്ലാഹുവിന് കൂറുകാരില്ല. അല്ലാഹുവിന്റെ ഒരു കാര്യത്തിലും അല്ലാഹുവിനോട് ആരും കൂറാകുന്നില്ല. അള്ളാഹുവിന്റെ അറിവ് വേറെ തന്നെ അറിവാണ്, സൃഷ്ടികളെ അറിവ് പോലെയല്ല. സൃഷ്ടികളെ അറിവ് അള്ളാഹ് കൊടുത്തിട്ട് കിട്ടുന്ന അറിവാണ്, അള്ളാഹുവിന്റെ അറിവ് അങ്ങനെയല്ല. ഓ നബിയെ, അങ്ങേക്കില്ലാത്ത അറിവ് അല്ലാഹു തആല തങ്ങൾക്ക് തന്നു എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ഇല്ലാത്ത അറിവ് കൊടുത്തു, നമ്മക്ക് തരാത്ത എത്രയോ അറിവുകൾ കൊടുത്തു. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുന്നു. ഒരുപാട് ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലില്ലേ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ റസൂലുള്ളാഹി വന്നു എന്നുള്ള നിലക്ക് ആ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഒരാളെ കാണുന്നില്ല. അപ്പോൾ എന്താണ് കാണാത്തത്? മാലിക് ഇബ്നു ദുഖ്ശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തൊട്ടടുത്ത വീട്ടിലുള്ള മാലിക് ഇബ്നു ദുഖ്ശൻ എന്ന് പറയുന്ന ആളെ കാണുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, എവിടെ പോയി മാലിക് ഇബ്നു ദുഖ്ശൻ? ഉടനെ തന്നെ അവിടെ വെച്ച് ഒരാൾ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ മാലിക് ഇബ്നു ദുഖ്ശനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, എവിടെ പോയി? സാധാരണ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ ഒരു വീട്ടുകാരനെ കാണാതിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു നേതാവിന്റെ സാധാരണ സ്വഭാവമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാലിക് ഇബ്നു ദുഖ്ശൻ എവിടെ? ഉടനെ തന്നെ പറയുന്നു, നബിയേ, ഹുവ മുനാഫിഖുൻ, അദ്ദേഹം കപടവിശ്വാസിയാണ്. ലാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനെയും റസൂലിനെയും അയാൾ ഇഷ്ടപ്പെടുന്നില്ല. റസൂലുള്ളാഹിനെ തൃപ്തിയുണ്ടെങ്കിൽ റസൂലുള്ള വന്നാൽ അയാൾ ഒന്ന് ഇവിടെ ഇറങ്ങി വരണ്ടേ? റസൂലുള്ളാഹി വീട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇറങ്ങി വന്നില്ല? അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അയാൾ മുനാഫിഖാണ് നബിയെ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം മൂഖിനം ബിഖൽബിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ആളാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മാലിക് ഇബ്നു ദുഖ്ശൻ ഈ സദസ്സിലില്ല, വേറെ ഏതോ സ്ഥലത്താ ഉള്ളത്. ആ സ്ഥലത്തുള്ള ആളെ മനസ്സിൽ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും വീട്ടിലിരുന്നിട്ട് റസൂലുള്ളാഹി അങ്ങ് പറയുകയാണ്, അതാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകബന്നോർ എന്ന് കറാമത്ത് മുഖേന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിഞ്ഞിട്ടാ പറഞ്ഞത്. ഇതുപോലെ ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബൈനമാ റജുലുൻ യസൂഖു ബഖറതൻ, ഒരാൾ ഒരു പശുവിനെയും തെളിച്ചിങ്ങനെ പോകുമ്പോ ആ പശു അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതെ, ആ പശുവിന്റെ പുറത്ത് അദ്ദേഹം കയറി. അങ്ങനെ അദ്ദേഹം പശുവിന്റെ പുറത്ത് കയറി പോകുമ്പോ ആ പശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല, എന്നെ കൃഷിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു.
ഇതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബത്ത് പലരും ചോദിച്ചു, ബഖറത്തുൻ തതകല്ലമു യാ റസൂലല്ലാഹ്, പശു സംസാരിക്കുകയോ നബിയെ? ഉടനെ തന്നെ ആ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല. ആ സദസ്സിൽ നിന്നാണ് ചോദ്യവും മറുപടിയും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി ഉടനെ തന്നെ പറഞ്ഞു, ആമന്തു അന അബീ ബക്കറിൻ വ ഉമർ, ഇന്നി ഊമിനു അബൂബക്കറിൻ വ ഉമർ. അതെ, ഞാനും അബൂബക്കറും ഉമറും ഇത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. സദസ്സിലില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് വിശ്വസിക്കുന്നു എന്ന് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലില്ലെങ്കിലും ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള കാര്യം റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലില്ലെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള കാര്യം റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കുന്നു. ഈ അറിവ് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത് മുഖേന കിട്ടുകയാണ്. ഇതുപോലെ ഔലിയാക്കൾക്ക് കറാമത്ത് മുഖേനയും കിട്ടുകയാണ്. അതല്ലേ അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് വിശ്വാസപരമായ ഒരു വിഷയത്തിൽ ഒരു ചെറിയ സംശയം വന്നപ്പോ ഞാൻ കേട്ടു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാദുണ്ടെന്ന്. അദ്ദേഹത്തിന് മനസ്സിലുള്ളത് നോക്കി പറയാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ മനസ്സിലുള്ളത് അയാളെന്ന് പറയുമല്ലോ, എന്റെ സംശയമൊന്ന് തീരുമല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിലേക്ക് വാദ് പറയുമ്പോഴങ്ങ് കയറി ചെന്നപ്പോൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത്തിഖാദു സലഫി വസ്സഹാബ, നമ്മളെ വിശ്വാസം സലഫു സാലിഹീങ്ങൾ മുൻഗാമികളായ മഹാന്മാരുടെയും സഹാബത്തിന്റെയും വിശ്വാസമാണ് കേട്ടോ എന്നെന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, വാദ് പറയുന്ന ആൾ പലരെയും മുഖത്ത് നോക്കും, കൂട്ടത്തിൽ എന്റെ മുഖത്ത് നോക്കിപ്പോയതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോ ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് പറയുക, അബൂബക്കർ, ഓ അബൂബക്കറേ, നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് കേട്ടോ, അതാണ് ശരിയായ വിശ്വാസം കേട്ടോ എന്ന് അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുഖത്ത് നോക്കി പറയല, എന്റെ പേര് വിളിച്ചിട്ടങ്ങ് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ബൈത്തിക, നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ വീട്ടിൽ ബാപ്പ വന്നിട്ടുണ്ട്, ബാപ്പ വന്നിട്ട് പോയിട്ട് കുറെ കാലമായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അറിവ് അള്ളാഹുവിന്റെ അറിവിനോട് തുല്യമാണോ? അല്ല. കാരണം അള്ളാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. സൃഷ്ടികളുടെ അറിവ് മുഴുവനും അള്ളാഹു തആല കൊടുത്തിട്ട് തുടക്കമുള്ള അറിവാണ്. അപ്പൊ അള്ളാഹുവിന്റെ സവിശേഷതകളിൽ നിന്നുള്ള ഒരു സവിശേഷതയും അവന്റെ ഒരു സൃഷ്ടികൾക്കും ഇല്ല. അള്ളാഹുവിനോട് തുല്യനായി ഒരാളും ഇല്ല. ഈ വിശ്വാസമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീ ജീവിക്കണം. നീ ശിർക്ക് വിശ്വസിച്ചു പോകരുത്, ശിർക്കുകാരനായി പോകരുത്. അള്ളാഹുവിന് ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനെയും നീ ചേർക്കരുത്. ഇതാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട്